വിവാഹം കഴിച്ച ദമ്പതിമാർക്കും വിവാഹം കഴിക്കാത്തവർക്കും എഗ് ഫ്രീസിംഗ് ചെയ്യാൻ പറ്റും. ചില പ്രത്യേക അസുഖങ്ങൾ ഉള്ളവർക്ക് എഗ്ഗിന്റെ നമ്പർ കുറയാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന് എൻഡോമെട്രിയോസിസ് എന്നുള്ള അസുഖം ഉള്ളവർക്ക്, AMH കുറവുള്ളവർക്ക്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആൻഡർ ഫോളിക്കുലർ കൗണ്ട് കുറഞ്ഞ് എഗ്ഗിന്റെ നമ്പർ കുറയുന്നവർക്ക് എഗ് ഫ്രീസിംഗ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ കുട്ടികളില്ലാത്ത ധാരാളം ബന്ധുക്കൾ ഉള്ളവർക്കും എഗ് ഫ്രീസിംഗ് ചെയ്യാവുന്നതാണ്. എഗ് ഫ്രീസിംഗ് ചെയ്യുന്നത് ആ പെൺകുട്ടിക്ക് എഗ് വളരാനുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്ത് എഗ് വളർത്തിയെടുത്തിട്ട് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ട് അനസ്തേഷ്യ കൊടുത്ത് മയക്കി സ്കാൻ ചെയ്ത് എഗ് പുറത്തെടുത്ത് അതിൽ നല്ല എഗ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത്തരം എഗ്ഗുകളെ മാത്രം ഫ്രീസ് ചെയ്ത് വെക്കുകയാണ്. പ്രത്യേകിച്ച് 35 വയസ്സ് അടുക്കുന്ന സ്ത്രീകൾക്ക് 35 വയസ്സിന് ശേഷം എഗ്ഗിന്റെ ക്വാളിറ്റിയും എഗ്ഗിന്റെ നമ്പറും കുറയാൻ സാധ്യതയുണ്ട്. AMH കുറഞ്ഞ പെൺകുട്ടികൾക്ക് ഭാവിയിൽ AMH കുറയുകയും വീണ്ടും കുറയുകയും എഗ്ഗ് നമ്പർ കുറയുകയും എഗ്ഗ് വളരെ കുറയാൻ സാധ്യതയുണ്ട്. പോളിസിസ്റ്റിക് ഓവറി ഉള്ള പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ പ്രായത്തിൽ ധാരാളം എഗ്ഗ് ഉണ്ടായിരിക്കും. പക്ഷേ വർഷങ്ങൾ കഴിയുന്തോറും അവരുടെ എഗ്ഗിന്റെ ക്വാളിറ്റി വളരെ കുറയുകയും ഭാവിയിൽ എഗ്ഗ് എടുക്കാൻ ശ്രമിക്കുമ്പോൾ എഗ്ഗ് കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഒരു പെൺകുട്ടിക്ക് അവളുടെ എഗ്ഗുകൾ ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ അത്തരം എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെക്കാനുള്ള സൗകര്യം സബൈൻ ഹോസ്പിറ്റൽസിൽ ഉണ്ട്.